ഹലോ, എവിടാ അമ്മേ? അതൊക്കെ മനസ്സിലായി. അമ്മയൊന്ന് വാ ഇങ്ങോട്ട്, എന്നിട്ട് നമുക്ക് ചെയ്താൽ പോരെ കാര്യങ്ങളൊക്കെ. ഓ, അതൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നാളെ മറ്റന്നാളെ ജോയിൻ ചെയ്യണം. പിന്നെ അമ്മ അവിടെ പോയി നിന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നേ? അടച്ച് തീർത്താ പോരെ അതൊക്കെ. അച്ഛനെന്താ ചെയ്തൂടെ? അച്ഛൻ എന്നെടുത്ത് ഇതാരെങ്കിലും പറഞ്ഞത്? പലിശ പോലും കൊടുത്തിട്ടില്ലല്ലോ. 2 രൂപ എടുത്തത് ഇപ്പൊ 5 രൂപയായത്. ഇപ്പൊ എന്നോട് ഇപ്പൊ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തിട്ട് കൊടുക്കാനത്? ആ, അമ്മയൊന്ന് വാ ഇങ്ങോട്ട്. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞില്ലേ, ചെയ്യാന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇനിയിപ്പോ എന്താ? ആ, അതൊക്കെ അടച്ചോളാം. അമ്മ വാ ഇങ്ങനെയില്ലേ, അല്ലെങ്കിൽ ഞാൻ വണ്ടി കൊണ്ട് വരാം അങ്ങോട്ട്. ഞാൻ വന്ന് വിളിച്ചോണ്ട് വരാം. അമ്മേ വാ അമ്മേ. എന്തൊരു കാര്യമൊന്നുമില്ല. ഞാൻ വണ്ടി കൊണ്ട് വരുവാ അങ്ങോട്ട്. അമ്മ എങ്ങനെയും പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇല്ല 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 ഇല്ല, വരാം. ഞാൻ വരും. ഞാൻ മറ്റന്നാൾ തൊട്ട് ജോലിക്ക് പോവാം. അപ്പോൾ പിന്നെ അത് അടയ്ക്കാനൊക്കെ ഞാൻ അടച്ച് തീർത്തോളാം. അത് ഞാൻ എന്തായാലും വരുവേ വണ്ടി കൊണ്ട്. ആ, ശരി. എന്താടാ? ഓ, അമ്മയെന്ന് വിളിച്ച. അമ്മ ഇവിടെ ഇല്ല. അമ്മ പിണങ്ങി പോയതാ. എങ്ങോട്ട്? അച്ഛന് ഒരു 2 ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു. കൊച്ചിനെ പഠിപ്പിക്കാൻ എടുത്തേ. അതിപ്പോ 5 ലക്ഷം രൂപയായി. അത് അടച്ചില്ല. പിന്നെ എനിക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജോലിക്ക് പോയിട്ട് അടയ്ക്കാത്തോണ്ട്. നിന്റെ അടുത്ത് അല്ലെങ്കിലും പറയുന്നല്ലോ എനിക്കൊരു ജോലിക്ക് പോക്കൂടെ? പിന്നെ നമ്മൾ 2 രൂപ പോയാൽ നമുക്ക് 2 രൂപ ഒരുമിച്ച് രസം തീർത്താലും. ഇപ്പൊ എന്നെ വിട്ടിട്ട് നീ പൈസ ഉണ്ടാക്കി ലോൺ തീർക്കാനുള്ള ഉദ്ദേശമൊന്നും വേണ്ട. എനിക്ക് എന്തായാലും ഇപ്പൊ അതിനുള്ള മൂടില്ല. എടാ, നീ ബാംഗ്ലൂരിൽ എന്തെങ്കിലും ജോബിന് ട്രൈ ചെയ്യും. എടാ, ഇത്ര നാൾ അവിടെ അല്ലേ, എനിക്ക് വയ്യ. അവിടുത്തെ കാലാവസ്ഥയും ആഹാരവും. എന്നാ നീ ഇവിടെ ട്രൈ ചെയ്യും. ഇവിടെ ട്രൈ ചെയ്യാനോ? അപ്പൊ നീയോ? നീ നിന്റെ വഴിക്ക് ജോലി നോക്ക്, ഞാൻ എന്റെ വഴിക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആ ഓഫീസിൽ പോവല്ലേ? ജോലി എനിക്കല്ല, നിനക്ക്. ജോലി ചെയ്തൂടെ? ഇല്ല, എനിക്കിപ്പോ ജോലിക്കും പോവാൻ മൂടില്ല. ശരി കേട്ടാ? അപ്പൊ മോൻ ജോലിക്ക് പോകാൻ റെഡി ആയിരിക്കും. ഭർത്താവിനെ മാത്രം ജോലിക്ക് വിട്ടിട്ട് പോകുന്നൊരു ഭാര്യ. കാലഘട്ടത്തിന്റെ ഒരു പോക്ക്. വല്ല ഡോക്ടർ നല്ല സ്റ്റിക്കർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുത്താൽ കിട്ടും ഒരു 5 രൂപ. നമ്മളെ ഉണ്ടോ ഇത് കൊടുക്കേണ്ടി വരും മിക്കവാറും. അളിയൻ, എന്തൊറ്റല്ലേ ഒരു ക്ഷീണം പോലെ മുത്ത്? ഓ, ചൂടൊക്കെ അല്ലേ, ഭയങ്കര വയ്യ. അതുകൊണ്ടാ. പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയാം. വണ്ടി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അളിയാ. ഓ, ഇതിപ്പോ ഇവിടെ ആവശ്യമില്ല. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ലോണും EMI കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ചെറിയൊരു ലോണുണ്ട്. കൊച്ചിനെ പഠിപ്പിക്കാൻ എടുത്തയാ. അപ്പൊ ഇത് എന്തെങ്കിലും നോക്കണം. ജോലിയുടെ കാര്യം പ്രശ്നമാണേ. അമ്മ പോയി ഇവിടെ ഇല്ല. അളിയൻ എന്നൊന്ന് വിളിക്കായിരുന്നില്ലേ? എന്തിന്? അളിയനിപ്പോൾ അത്യാവശ്യം ഒരു ജോലിയല്ലേ? എന്നോട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമ്പനിയിൽ അളിയന് ഇഷ്ടപ്പെട്ട ജോലി. അതൊന്നും ചെയ്യണ്ട, ശരിയാവത്തില്ല. പറയട്ടെ അളിയാ, നമ്മളമ്മ അങ്ങനെയാണോ? ഞാൻ അളിയനെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എൻ്റെ കമ്പനിയിൽ അളിയന് ഇഷ്ടപ്പെട്ട ഡെസിഗ്നേഷൻ എഴുതിയെടുക്കാം, ഇഷ്ടപ്പെട്ട സാലറി എഴുതിയെടുക്കാം, ഒരു കുഴപ്പമില്ല. അത് അളിയൻ്റെ കമ്പനി ആയിട്ട് കാണാം. വേറെ വല്ലവരുടെയാണോ കമ്പനി? അല്ല, എൻ്റെ കമ്പനിയാ. അതല്ലേ ഞാൻ അളിയന് ഇത്രയും നല്ല ഓഫർ തന്നേ. അല്ലെ, നമ്മൾ ഈ അഭിമാനം ചില സമയത്ത് മാറ്റി വെക്കണം. അഭിമാനമൊന്നും അല്ലെന്നേ. ഇത് ഞാൻ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാളുടെ കമ്പനി കയറിയ പിന്നെ ഡിപ്പെൻഡ് ആയി ശരിയാവത്തില്ലത്. എൻ്റെ അളിയ അങ്ങനെ കാണണ്ട. അളിയൻ്റെ കമ്പനി എന്ന് തന്നെ വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെ തരുന്നില്ല, സ്നേഹം കൊണ്ട് തരുന്നില്ല അളിയാ. അളിയന് ഞാൻ ആ ഓഫർ തരുന്നത് നീ മിക്കീനെ പ്രപ്പോസ് ചെയ്യാൻ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കാണണ്ട. അങ്ങനെ ഒരിക്കലും അല്ലേ. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ല, ഇത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാന്നൊക്കെ വിചാരിച്ചു. അതിന് ശരിയാവത്തില്ല. അതാണ്, അതുകൊണ്ടാണ്. അതൊക്കെ ഓക്കെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകാൻ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മതി. നോക്കി നോക്ക്. കാരണം എനിക്കറിയാലോ സിറ്റുവേഷൻസ്. ഇതൊന്ന് മാറാൻ എന്തായാലും അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ആലോചിക്കും. ഞാൻ തന്നോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തരാം. ഓക്കെ? നോക്കട്ടെ. ഓക്കെ അല്ലേ? നമ്മുടെ ഇവിടുത്തെ കാര്യം ഇവിടെ നിന്നാ മതി. ചുമ്മാ അവനോടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവനടുത്ത് പറഞ്ഞിട്ട് എന്താ? എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത് അവനായിരുന്നു. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. നീ അല്ലേടെ അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട്? എന്നിട്ട് ഈ പേരും പറഞ്ഞ് അവൻ ഇവിടെ എല്ലാം ഇറങ്ങാനോ? അത് നിങ്ങൾ എല്ലാവരും കൂടി കള്ളുടിച്ച് അലമ്പാക്കിയിട്ടല്ലേ? എടാ, നീ പറയുന്ന കേക്ക്. അവൻ്റെ നല്ല കമ്പനിയാ. പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസിഗ്നേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ സാലറി പാക്കേജും. എന്നിട്ട് വേണം അവൻ ഇവിടെ എല്ലാം പറഞ്ഞു നടക്കാൻ. ഞാൻ അവനെ രക്ഷപ്പെടുത്തി അവന്റെ കട ഞാൻ വീട്ടിൽ നിന്നും പറഞ്ഞ്. എടാ, ചുമ്മാ എനിക്ക് വെറുതെ ഈഗോ ടോക്ക് കൊണ്ടല്ലേ? ഈഗോ അല്ല, അത് ശരിയാവത്തില്ല. ഒന്നാമത് അവന്റെ ക്യാരക്ടർ ഉണ്ടോ? അല്ലെ ഞാൻ വേറെ ആരെയും ഞാൻ സംഭവിച്ചതിന്. ഇവിടെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം അതിനുള്ളിൽ എനിക്ക് ജോലി കിട്ടിയിരിക്കും. എനിക്ക് അവന്റെ കമ്പനിയിൽ നിന്നും പോകാൻ വയ്യ. പിന്നെ എന്നിട്ട് വേണം ഞാൻ അവനെ എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുക. വേണ്ട, ശരിയാവത്തില്ലത്. ഒന്നാമത് അവനെ ഇവനിതെന്താ?
സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 04842750. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഞാൻ നിഖിലാണ് സംസാരിക്കുന്നത്. ഞാനൊരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് വിളിക്കുവാണേ. അതിപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം അതിപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അല്ല, ഫുള്ളായി എടുത്തു. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറ്റുമോ? ഓക്കെ, ശരി. അതും പോയി. ഇനി അടുത്തത് 04802750. ഈശ്വര. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിഖിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടായിരുന്നു, അപ്പോൾ അതിൽ വിളിച്ചതാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഫില്ലായോ? ഓക്കെ, ശരി. ഇനി അടുത്ത കാലത്താണ് ഒരു കോൾ ഉണ്ടാവുമോ? ഇല്ല, ശരി. എങ്ങുമില്ല. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിഖിലാണ് സംസാരിക്കുന്നത്. ഒരു ജോബിൻ്റെ കാര്യമായിട്ട് വിളിച്ചാണേ. ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇപ്പോൾ അവിടെ അവൈലബിൾ ആണോ? ഇത് രാവിലെ എടുത്തേ ഉള്ളൂ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ പറ്റുമോ? ഞാൻ ഒരു നെക്സ്റ്റ് വീക്ക് കോണ്ടാക്ട് ചെയ്യാം. വേണ്ട. ശരി, താങ്ക് യു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ അവനെ ഒന്ന് വിളിക്കാം. എടാ അശ്വിനെ, എടാ നീ ജോലി വല്ലതും ചോദിച്ചോടാ. ഞാൻ നിൻ്റെ അടുത്ത് എത്ര ആളോട് പറയുമോ ബാംഗ്ലൂരിൽ കാണാൻ ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചേരെ? അവിടെ നിന്ന് ഇത്രയ്ക്ക് ക്ഷാമമാണോ ജോലിക്ക്? ഇവിടെ വളരെ അത്യാവശ്യമാണോ? ഒന്നും എങ്ങനെയും സെറ്റാക്കി തടാ. ഭയങ്കര അവസാനത്. നീ എന്തേലും സെറ്റാക്കി താ. ഇൻ്റർവ്യൂ വരെയെങ്കിലും എത്തിച്ചെന്നാ ഞാൻ ബാക്കി നോക്കിക്കോളാം. നീ എനിക്ക് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഒപ്പിച്ച് തന്നാൽ മതി. ഇത് ഞാൻ വിളിക്കുന്ന എല്ലായിടത്തും ഫില്ല. ഓക്കെ, ഇവിടെ നാട്ടിലാണേലും കുഴപ്പമില്ല. ഓക്കെ, ശരി. നോർത്തിലോട്ട് വേണ്ട ഒരുപാട്. ശരി. ഉണ്ടായിരിക്കും. അയ്യോ, എനിക്കതിൽ താല്പര്യമൊന്നുമില്ല. അവൻ്റെ ചാടയും വെച്ചിട്ട് നീ പറഞ്ഞോണ്ടോ? പിന്നെ എടാ എനിക്കറിയാം. പിന്നെ അവൻ അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. അതും ഒരു ആൺകുട്ടിയല്ലേ, കുറച്ച് സമയം കൊടുക്ക്. അവൻ്റെ ചാടൊക്കെ കളഞ്ഞിട്ട് വരാൻ പറ, ഇല്ലെങ്കിൽ വല്ല സെക്യൂരിറ്റി പണി കൊടുക്കും ഞാൻ. എടാ നമുക്ക് സെറ്റാക്കാം. ഞാൻ അവിടുത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. കാരണം ഇപ്പൊ ഒരു ജോലി അത്യാവശ്യമാടാ. മനസ്സിലായി. ഇത് പിന്നെ നീ പറഞ്ഞോണ്ട. പിന്നെ നമ്മൾ തമ്മിൽ കരാറുണ്ടല്ലോ. എന്ത് കരാറാ? നീ അല്ലോ അവന് ജോലി മേടിച്ചു കൊടുത്താ നീ നിക്കിനെ എനിക്ക് സെറ്റാക്കി തരാന്ന്. നിക്കിയുടെ കാര്യം. എടാ അതിന് നിക്കിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടേ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കിക്ക് ഇഷ്ടം. നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിക്കിയുടെ കോൺസെപ്റ്റ് ഉള്ള ഒരുത്തനല്ല നീ. അത് ഞാൻ മാറാം. എങ്ങനെ കോൺസെപ്റ്റ് വെച്ചാ? നല്ല ടീഷർട്ടും ജിം ബോഡി ഒക്കെ വെച്ചിട്ടാണോ? അത് മാറാം. ടീഷർട്ടും ജിം ബോഡി ആക്കിയ ഒരു പെണ്ണിന് ഇഷ്ടം തോന്നും. അല്ല, എങ്ങനെ വെച്ചാലും മാറാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എടാ നീ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്തെടുക്കാൻ നോക്ക്. ഞാൻ പഠിച്ച പണി എല്ലാം നോക്കി, പക്ഷെ ഒന്നും കൊണ്ട് ഏൽക്കുന്നില്ല. എടാ നീ ഊളത്തരം കാണിച്ചിട്ടല്ല, നീ കുറച്ചും കൂടി ജെനുവിൻ ആയിട്ട് ഇംപ്രസ് ചെയ്യാൻ നോക്ക്. അത് തന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാ. ജെനുവിൻ ആയിട്ട് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? എടാ വേറൊരു കാര്യം, അത് കൊച്ചു കുഞ്ഞാ. നീ മുതുക്കനായാലും ഒന്നുമില്ല, നിനക്ക് അത് ഒരു ബോധം വേണ്ടേ? ഫഹദ് ഫാസിലിന്റെ ശ്രീയ, അഞ്ജലി, സച്ചിൻ. പിന്നെ അവളെ കണ്ട അത്ര പ്രായം കുറവ് തോന്നിക്കുന്നില്ല, കുറച്ച് മുതുക്കത്തിനും അവൾക്കും തോന്നും. ശരി, നിക്കിയുടെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ്. നീ അവൾക്ക് ഇതൊരു സമയം കൊടുക്കുക. അവളെ പിന്നാലെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടെന്നുണ്ടെങ്കിൽ അവള് മുഖത്ത് നോക്കി നോ പറഞ്ഞോളൂ. അയ്യോ, അങ്ങനെ പറയരുത്. അപ്പൊ കുറച്ച് സമയം കൊടുക്കാം. എത്ര? 2 ദിവസം മതി. ശരി, നീ പറയുന്ന പോലെ നീ അത് നമുക്ക് സെറ്റ് ചെയ്യാം. നീ അവന്റെ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യും. നീ എന്തായാലും അവനോട് സംസാരിക്കാൻ വരുന്ന വഴിക്ക് ഒന്ന് സംസാരിച്ചു. ആള് അമ്പിനും വില്ലിനും എടുക്കണമെന്നില്ല, വലിയ അഭിമാനം കെട്ടിപ്പിടിച്ചിരിക്കുക. നീ എന്തായാലും അവനോട് സംസാരിക്കേ. അത് ഞാൻ അവൻ്റെ അടുത്ത് എങ്ങനെ സംസാരിച്ച് ഞാൻ വിട്ടോളാം. പിന്നെ അവന്റെ അഹങ്കാരം കുറച്ച് ഇതൊക്കെ മാറ്റാൻ പറയും. ഇല്ലേ അവിടെ വാടി പിടിച്ച് സെക്യൂരിറ്റിയുടെ പോലെ നിൽക്കും ഞാൻ. എന്തുവാടാ, വാ